ഒരു സംശയം ചോദിക്കുകയാണ്. സക്കാത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് സത്യത്തില് ശരിക്കും നമ്മളൊക്കെ മനസ്സിലാക്കിയ ചുരുങ്ങിയ അറിവുകൾ, സക്കാത്ത് കിട്ടുന്ന ആളുടെ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും തീരുന്നതും ആ സക്കാത്ത് കിട്ടിയ ആള് അടുത്ത വർഷം സക്കാത്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു അപ്ഡേഷൻ, ഇത് സക്കാത്ത് കൊണ്ട് നടക്കണമെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക മഹല്ലകളിലും ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ലകളിൽ ഒരു സക്കാത്ത് ഒരു വക്കീലിനെ ഏർപ്പെടുത്തിയിട്ട് ചെയ്യാത്ത രീതിയിൽ അവരവർക്ക് തോന്നുന്ന രീതിയിൽ സക്കാത്ത് വിഘടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു കേന്ദ്രീകൃത ഒരു കമ്മിറ്റിയുടെ രീതിയിൽ കൊണ്ടുവരാം, അതൊരു കേന്ദ്രീകൃത മഹല്ലി സംവിധാനത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അതിൽ ഇസ്ലാമിന്റെ വിധി എന്താണ്, ശരീഅത്തിന്റെ വിധി എന്താണെന്നാണ് ചോദ്യം. സക്കാത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല, നമ്മുടെ ശരീരം നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കലാണ്. ഞാൻ പറയുന്നത് സാവകാശം തന്നെ എല്ലാവരും കേൾക്കട്ടോ. ആത്യന്തിക ലക്ഷ്യം എന്തല്ല, ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നല്ല. അങ്ങനെയാണെങ്കിൽ 10% ആക്കിയാൽ പോരായിരുന്നു, 50% സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞാൽ പോരായിരുന്നു. ഇപ്പോ ഉദാഹരണമായിട്ട് ഒരു മുസ്ലിം നല്ല മുതലാളിയായ യൂസുഫ് അലി, അദ്ദേഹത്തിന്റെ മൊത്തം സ്വത്തിന്റെ പകുതി കൊടുക്കാൻ പറഞ്ഞാൽ എന്താ, എത്ര ആളുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും? അപ്പൊ സക്കാത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സക്കാത്ത് കൊടുക്കണില്ലേ? അതായത് റസൂൽ തങ്ങൾ ഭരിക്കുന്ന കാലത്ത് ദാരിദ്ര്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടില്ല എന്നുള്ള അതിന്റെ അർത്ഥം. നമ്മുടെ സക്കാത്ത് 2 രീതിയിലുണ്ട്. നമ്മുടെ സമ്പത്തിന്റെ സക്കാത്തും ഉണ്ട്, നമ്മുടെ ശരീരത്തിന്റെ സക്കാത്തും ഉണ്ട്. ശരീരത്തിന്റെ സക്കാത്ത് എന്തിനാണ്? ശരിക്കും നോമ്പിൽ വന്ന വീഴ്ചകൾ ഒഴിവാക്കാനാണ് ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ സമ്പത്തിലുള്ള അതിന്റെ ഒരു ക്ലിയറിങ്ങിന് കൊടുക്കേണ്ട ഒരു ടാക്സ് ആണ് സക്കാത്ത്. ദാരിദ്ര്യം ഇല്ലാതായാൽ അതിൻ്റെ ഒരു അനുബന്ധം മാത്രമാണ്. രണ്ടാമത്തേത്, സക്കാത്തിന് ചില നിയമങ്ങളുണ്ട്, അതിന്റെ വിതരണത്തിനും നിയമങ്ങളുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ രീതി നമ്മൾ നേരിട്ട് തന്നെ ഏൽപ്പിക്കലാണ്. അത് ഖുർആൻ പറഞ്ഞ അവകാശികൾക്ക് ദായകനാവുന്ന ആള് നേരിട്ട് ഏൽപ്പിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വക്കീലിനെ ഏൽപ്പിക്കലാണ്. വക്കീലിനെ ഏൽപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ വേണം. ഈ വക്കീലായ ആൾക്ക് കുറെ നിയമങ്ങൾ പാലിക്കപ്പെടാനുണ്ട്. ഇന്നൊരാളെ ഞാൻ വക്കീലായിട്ട് ഏൽപ്പിക്കുന്നു. ഇപ്പൊ നമ്മുടെ നൂറാനി ഉസ്താദിനെ ഞാൻ എന്റെ സക്കാത്ത് കൊടുക്കാൻ വക്കീലായിട്ട് ഏൽപ്പിക്കണം. ഇതിന് കുഴപ്പമൊന്നുമില്ല, ഇതിനൊരു കുഴപ്പമില്ല. അയാൾ എന്ത് ചെയ്യുമ്പോ സക്കാത്ത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തുമ്പോ, ഇപ്പൊ ഉദാഹരണമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു ഇമാമ് ഖുതുബക്ക് കയറുന്നതിന്റെ മുമ്പ് കൊടുത്തു തീർക്കണം എന്ന്. നമ്മളൊരുത്തനെ ഏൽപ്പിക്കണം, ഓനാ സക്കാത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് അവൻ കിടന്നുറങ്ങണ്, അവൻ ആ ദിവസം തന്നെ കൊടുക്കണില്ല, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? നേരെ മറിച്ച് ഉടമസ്ഥൻ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. മൂന്നാമത്തെ രീതിയാണ് ഇസ്ലാമിക ഭരണമുള്ളിടത്ത് ഭരണാധികാരിയെ ഏൽപ്പിക്കുക എന്നുള്ളത്. ഇതല്ലാതെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നും പറഞ്ഞിട്ട് എല്ലാവരുടെ സക്കാത്തും ഇങ്ങനെ കളക്ട് ചെയ്യുക. അതിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ഈ സ്വർണത്തിന് സ്വർണ്ണമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. 10 പവനുണ്ടോ, എന്നാ 2.5% തരാന്ന് പൈസ കൊണ്ടുപോകണം. അതിന്റെ വിഷയം എന്താണെന്നറിയോ? 10 പവനുള്ള ഒരാൾക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെന്ന് സങ്കല്പിക്കുക. അയാളെ കയ്യിൽ നിന്ന് മൊത്തം 10 പവന് നമ്മൾ വില കെട്ടാണ്. 10.5 ഇൻറ്റു 62,000 വില കെട്ടുമ്പോൾ എത്ര ഉണ്ടാവും? അതിന്റെ 2.5% സക്കാത്ത് തരികയെന്ന് വാങ്ങിക്കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള ഗുണം എന്താണെന്ന് അറിയാം? ഈ 10 അടുത്തൊല്ലം ഉണ്ടാവും, അടുത്തൊല്ലം എത്ര വാങ്ങാം, പിറ്റത്തെ കൊല്ലം ഉണ്ടാവും, അന്ന് ഇത്ര വേണ്ട. നേരെ മറിച്ച് 10 പവനിൽ നിന്ന് 2.5% സ്വർണം സക്കാത്ത് കൊടുത്തിട്ടാണെങ്കിൽ പിറ്റത്തെ കൊല്ലം ഇയാൾക്ക് സക്കാത്ത് കൊടുക്കണ്ട. കൊടുക്കാതിരിക്കാനല്ല ഞാൻ പറയണത്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും പ്രായോഗികമായ രീതി, സക്കാത്തിന്റെ നിബന്ധനകളൊക്കെ നടക്കുകയും ചെയ്യും, എന്നാലോ സക്കാത്ത് ബാത്തിലാകുന്ന കമ്മിറ്റി പ്രശ്നങ്ങൾ വരണമില്ല. ഏറ്റവും നല്ല രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ 4-5 മുതലാളിമാർ ചേർന്നിട്ട് ഒരുത്തന് അവരുടെ സക്കാത്തിന്റെ ഒരു നല്ല ശതമാനം കൊടുക്കുക. ഓലമ്മിലൊരു കോർഡിനേഷൻ ആയാൽ മതി. മഹല്ലല്ലേ, ഈ മഹലിൽ എത്ര ആളുണ്ട് മുസ്താദിന് അറിയില്ലേ? നിങ്ങൾക്കൊക്കെ അറിയില്ലേ? ഈ നാട്ടിൽ എത്ര ദാരിദ്ര്യരുണ്ട്, സക്കാത്ത് വാങ്ങാൻ അവകാശികൾ ഉണ്ട് എന്നറിയില്ലേ? വേണമെങ്കിൽ കമ്മിറ്റി കണക്കെടുത്തോളൂ. എന്നിട്ട് സക്കാത്ത് ദായകരെ ലിസ്റ്റും സക്കാത്ത് വാങ്ങാൻ അർഹരുള്ള ലിസ്റ്റും ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുവന്നെടുത്തോളൂ. എന്നിട്ട് ഉസ്താദ് എന്ത് ചെയ്യുന്നു? ഈ 10 മുതലാളിമാരെ വിളിച്ച് നിങ്ങളുടെ സക്കാത്തിന്റെ ഒരു 10% എൻ്റെ തരി. വക്കീലായി. ഈ വക്കീൽ അങ്ങനെ തന്നെ ഒരു സാധുവിനെ വിളിച്ചിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഇനി ഓട്ടോറിക്ഷ വാങ്ങിക്കോ, തയ്യൽ മെഷീൻ വാങ്ങിക്കോ എന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഫിത്ർ സക്കാത്തല്ല കേട്ടോ, ഫിത്ർ സക്കാത്ത് അരിയാണ് വാങ്ങേണ്ടത്. ഫിത്ർ സക്കാത്ത് അരിയാണ് വാങ്ങേണ്ടത്. ഞങ്ങൾ ഇക്കൊല്ലം തീരുമാനിച്ചിരിക്കണ ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല. ഇക്കൊല്ലം തീരുമാനിച്ചിരിക്കണ ഫിത്ർ സക്കാത്തിന്റെ കണക്ക് 250 റുപ്യാണ്. 250 റുപ്യ എങ്ങനെ തീരുമാനിക്കണത്? ഒരാള് കൊടുക്കേണ്ടത് നമുക്കൊക്കെ അറിയാലോ, 4 മുദ്ദ അരിയാണ്. ഒരു സാഴ് എന്ന് പറയുന്ന ആ സാധനം. ഈ 4 മുദ്ദ അരി കൂട്ടിയാൽ ചിലപ്പോൾ 1.25 കിലോനോ 1.5 കിലോനോ ഒക്കെ ഉണ്ടാവും.
ഈ 1.5 കിലോന് 500 റുപ്യയുടെ എന്ത് കണക്കാണ്? അത് നമ്മൾ അങ്ങനെ തീരുമാനിച്ചതെന്നറിയാം. നമ്മളാ തീരുമാനിക്കേണ്ടത്? അള്ളാന്റെ റസൂലാ തീരുമാനിക്കേണ്ടത്? നമ്മളാ തീരുമാനിക്കേണ്ടത്? അത് അള്ളാന്റെ റസൂലാ തീരുമാനിക്കേണ്ടതൊക്കെ? അപ്പൊ നമ്മൾ ഉസ്താദിനോട് പറയാം, ഇത്രയും ആളുകൾ സക്കാത്ത് കൊടുക്കാനുള്ളവരാണ് ഉസ്താദെ. നമ്മൾ പ്രസിഡന്റാണോ ചോദിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുക, ഇത്ര ആൾ നമ്മുടെ നാട്ടിൽ സക്കാത്ത് കൊടുക്കാൻ അർഹരാണ്, ഇത്ര ആളുകൾ സക്കാത്ത് വാങ്ങാനുള്ള അർഹരുമാണ്. അപ്പൊ ഉസ്താദ് ഓല സക്കാത്ത് ഉസ്താദ് മേടിച്ചോളൂ, എന്നിട്ട് ഇന്ന ആൾക്ക് കൊടുക്കുക പറഞ്ഞാൽ പ്രശ്നം തീർന്നു. കാരണം എന്താണ്? അവർ വന്നിട്ട് ഉസ്താദിനെ വക്കാലത്താക്കി, ഇതിന്റെ സക്കാത്തിന്റെ ഇത്ര ശതമാനം പറയണമെന്നൊന്നുമില്ല, ഇതിന്റെ സക്കാത്തിന്റെ പൈസയാണ്, ഇത് ഉസ്താദിന് ഏതെങ്കിലും അർഹനായ ആൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വക്കാലത്താക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 25,000 സക്കാത്ത് കൊടുക്കേണ്ട ഒരു 10 മുതലാളിമാർ വന്നിട്ട് ഉസ്താദിന്റെ കയ്യിൽ 10,000 രൂപ വീതം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉസ്താദിന്റെ കയ്യിൽ 1,00,000 റുപ്യയായി. ഈ 1,00,000 റുപ്യക്ക് ഉസ്താദ് പറയാണ് ഒരു പാവപ്പെട്ടവരെ വിളിച്ചിട്ട്, ഫിത്ർ സക്കാത്തല്ല കേട്ടോ, കച്ചവടത്തിന്റെ സക്കാത്ത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഈ കച്ചവടത്തിന്റെ സക്കാത്ത് പലരും ഇങ്ങനെ അവഗണിച്ചു വിടുന്നതാണ്. നമ്മൾ പറമ്പ് വാങ്ങിയിട്ടാൽ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണം. എങ്ങനെ? കച്ചവടത്തിന് വേണ്ടി ഒരാൾ പറമ്പ് വാങ്ങിയിട്ടു, ഒരു പറമ്പച്ചവടക്കാരനുണ്ടായിരുന്നു, ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ. മൂപ്പര് 4 ഏക്കർ സ്ഥലം മേടിച്ചിട്ടു തലശ്ശേരി ടൗണിൽ. എന്തിനു? വിൽക്കാൻ വേണ്ടിയിട്ട്. ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ മാർക്കറ്റ് വില കെട്ടിയിട്ട് 2.5% സക്കാത്ത് കൊടുക്കണം. ഒരാൾ 4 ഫോർച്യൂണർ വാങ്ങിയിട്ടു, മൂപ്പര് വണ്ടി കച്ചവടക്കാരനാണ്, സംഗതി വിറ്റോയില്ല, ഒരു കൊല്ലം കഴിഞ്ഞു. 4 ഫോർച്യൂണറിന് മാർക്കറ്റ് വില എടുത്തിട്ട് 2.5% സക്കാത്ത് കൊടുക്കണം. ഫോർച്യൂണറിന് സക്കാത്തുണ്ട്, മനസ്സിലിഞ്ഞാന്ന് കരുതരുത്, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഈ പൈസ ഉസ്താദിന് വേണമെങ്കിൽ കളക്ട് ചെയ്യുക, ഏതെങ്കിലും സെക്രട്ടറിക്ക് പ്രസിഡന്റിനൊക്കെ കളക്ട് ചെയ്യുക, അർഹനായ ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കുക. വേണമെങ്കിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ആവട്ടെ, അല്ലെങ്കിൽ അവന് നല്ലൊരു സഹായം ആവട്ടെ, അവനൊരു കട തുടങ്ങട്ടെ. ഞങ്ങൾ കട തുടങ്ങി തരാമെന്ന് പറയാൻ പറ്റൂല. നോട്ടിന്റെ സക്കാത്ത് ടൈലർ മെഷീൻ അല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എവിടെയും ഉണ്ട് ഫിഖിന്റെ കിതാബില്? ഒരാളെടുത്ത് 1,00,000 രൂപ സ്റ്റോക്ക് ഉണ്ട്, അവൻ ഒരു തയ്യൽ മെഷീൻ കൊടുക്കണം. 2 ലക്ഷം സ്റ്റോക്ക് ഉണ്ട്, 2 തയ്യൽ മെഷീൻ കൊടുക്കണം. അങ്ങനെ ഉണ്ടോ? അങ്ങനല്ല. കച്ചവടത്തിന്റെ സക്കാത്ത് പണം കൊടുക്കണം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ നോക്കാന്നല്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സക്കാത്തിന്റെ പൈസ മൊത്തം കളക്ട് ചെയ്തിട്ട് പിറ്റത്തെ കൊല്ലം നോട്ടീസ് ഇറക്കാം, മുൻപാക്കി 30 ലക്ഷം, ബാങ്ക് പലിശ 27,321, വീട് നിർമ്മാണത്തിന് കൊടുത്തത് ഇത്ര, ആ മുസ്ലിങ്ങൾക്ക് വീട് വെക്കാൻ കൊടുത്തത് 10 ലക്ഷം. ആ മുസ്ലിമിന് സക്കാത്ത് കൊടുക്കാൻ ഇസ്ലാമിൽ വല്ല വകുപ്പുണ്ടോ? പറയും. ആ മുസ്ലിമിന് സഹായം ചെയ്യാം, സദഖ കൊടുക്കുക, ആ മുസ്ലിമിന് അന്നം കൊടുക്കുക, ആ മുസ്ലിമിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കുക, ആ മുസ്ലിമിന് രോഗമാണെങ്കിൽ എവിടെ കൊണ്ടുപോയിട്ട് ചികിത്സിക്കാൻ പറ്റും, ചികിത്സിക്കാനൊക്കെ പറ്റും. പക്ഷെ സക്കാത്ത് ആ മുസ്ലിമിന് കൊടുക്കാൻ പറ്റുമോ? അത് പറ്റൂല. അപ്പോ ഈ വീട് നിർമ്മാണം, വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 10 ലക്ഷം കൊടുത്തിക്കുക. അതിൽ കേശവനെ കാണുക, ജാക്കോബിനെ കാണുക, അതിൽ പാർവതിക്കുട്ടിനെ കാണുക, കല്യാണമ്മനെ കാണുക. അപ്പൊ സക്കാത്ത് മിസ്യൂസ് ചെയ്യപ്പെടാതെ, സുഹൃത്ത് തൗബീലായതുണ്ട്, സക്കാത്ത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ സ്വർണവും വെള്ളിയൊക്കെ പോലത്തെ പ്രതലം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഷീറ്റാക്കിയിട്ട് പഴുപ്പിച്ചിട്ട് അതിലിട്ടിട്ട് ഇങ്ങനെ ചുരുട്ടുന്നു. നമ്മളെന്തോ ഒരു ഈ വെട്ടി തിന്നുന്ന സാധനമല്ലേ കുട്ടികളൊക്കെ, എന്തായാലും പേര് ഷവർമ, അതിന്റെ റോളുണ്ടല്ലോ, അതുപോലെ ഡോക്ടർ. അപ്പൊ സക്കാത്ത് കൊണ്ട് ഒരാൾക്ക് ഉപകാരം കിട്ടരുത് എന്ന് ഉസ്താദ് നേരത്തെ സാർ പറഞ്ഞതുപോലെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മാലിലായിരിക്കും അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല. പക്ഷേ പാവപ്പെട്ട മനുഷ്യന്മാർ സക്കാത്ത് കൊടുക്കുന്നത് പരലോകത്ത് രക്ഷപ്പെടാനാണ്. അത് നടക്കണം എന്നുള്ളതിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹല്ലിലും പണ്ഡിതന്മാർക്കും നല്ല നിർബന്ധ ബുദ്ധിയുണ്ട്.